എന്റെ അമ്മേ. ആഘോഷിക്കുന്നതായിരിക്കല്ലേ? എന്തോടെ പോട്ടെ, പിന്നെ പരിചയപ്പെട്ടോളാം. ആ 5:30 മണിക്കാ ഫസ്റ്റ് ബസ്. സിന്ധു മോളെ കാണാൻ നമുക്ക് ആ ബസ്സിൽ അങ്ങ് പോയേക്കാം. നമുക്കോ? ഒറ്റയ്ക്കങ്ങ് പോയേച്ചാ മതി. അതെന്താ പ്രഭേ, നീയല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞത്? കൂടെ വരാൻ വേറൊരുത്തി ഉണ്ടല്ലോ, ആ പാർക്ക് വെച്ച് കണ്ടില്ലേ? അവളെ വിളിച്ചോണ്ട് പോയാ മതി കൂട്ടിന്. അയ്യോ, അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ആഹാ, അറിയായിരുന്നെങ്കിലും വിളിച്ചോണ്ട് പോയാനല്ലേ? അയ്യോ, എനിക്ക് വരുന്നുണ്ട് കലിയോ. ഹോസ്പിറ്റലിൽ നഴ്സ് നോക്കി നിൽക്കെ. എന്റെ കണ്ണും ഉപയോഗിച്ച് ഇങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്തപ്പോ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്റെ തലവിധി. പ്രഭേ, എന്റെ മനസ്സിൽ നിനക്കല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല, ഒരിക്കലും ഉണ്ടായിരിക്കുമില്ല. പ്രഭേ, ദയവ് ചെയ്ത് നിന്നെ വിശ്വസിക്കും. ഈ ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയൂ. മനസ്സുകൊണ്ട് പോലും നിന്നോടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മരിച്ചുപോയ അച്ഛനമ്മമാരാണ്. ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു മലയാളി മലയാളി മലയാളി. പ്രഭ വന്നല്ലോ, ഞാൻ പോയി കഥ തുറന്നിട്ട് വരാം. അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? പ്രഭ വെറൊരു പാവമാണ്. അയ്യോ ചേട്ടാ, എന്നെ കണ്ട കുഴപ്പമാ. ഞാൻ പുറകുവശത്തോടെ പോയിക്കൊള്ളാം. ഞാൻ പോയി തുറക്കട്ടെ? അയ്യോ വേണ്ട ചേട്ടാ, ഞാനിവിടെ നിൽക്കുന്നവരുടെ ചേട്ടനും കുഴപ്പമാ. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് ചേട്ടാ, ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലെ അനുഭവങ്ങളുണ്ടാ പറയുന്നത്. ഓ, അങ്ങനെയാണോ? എന്നാൽ ആഹാ, ഇന്ന് പ്രാക്ടീസ് ആയിരുന്നോ? ആ, പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാം. സിനിമയ്ക്കോ? ഇന്നോ? ശരി, കൊച്ചളയാ. നീ പോയി കുളിച്ച് റെഡിയായി വാ. കുളിക്കാനോ? കുളിച്ച് റെഡിയായി വാ. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. സാറിന്റെ പടം എന്നാ കളറില്ല? കളറിൽ. അല്ല, വേറൊരു സാർ എനിക്ക് ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ഫിലിം കളറില്ല. അതിന്റെ ഡാലിയെ കലക്കും. ശരിയാണോ സാർ? ശരിയാണ്, ഞാനല്ലേ പറയുന്നത്. വില്ലന്മാരുടെ ശല്യം നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം. നമസ്കാരം സാർ. സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്റെ പേര് രവിപ്രസാദ്. നല്ലൊരു ഗായകനാണ്. നല്ലതാണോ ചീത്തയാണോ നിങ്ങളല്ലേ അവിടെ തീരുമാനിക്കുക? അല്ല സാർ, സർട്ടിഫിക്കറ്റ് ഉള്ള വലിയ കാര്യമായി പോയി. ഇരി
ഇവിടെ ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോ സംഗീതത്തിന് കിട്ടിയതാ. ഫാൻസി ഡ്രസ്സിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാർ നന്നായി മ്യൂസിക് കമ്പോസ് ചെയ്യാനും അറിയാം. നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കുറെ ഒക്കെ പാടട്ടെ സാർ. ഹലോ, നിർത്തൂ. ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. രവിപ്രസാദ്, ഈ ശാസ്ത്രീയ സംഗീതം കണ്ടുപിടിച്ചതാരാ? ഹലോ ഇങ്ങോട്ട്, ഇവിടെ ആരാ? സാർ, ഈ ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഏതെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചതല്ല. അത് അനവധി വർഷങ്ങളിലൂടെ കുഴിച്ചെടുത്തായിരിക്കും. നിങ്ങൾക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. ശങ്കര ആഭരണ ശാസ്ത്രികൾ കേട്ടിട്ടുണ്ടോ? ഈ ശങ്കരാഭരണ ശാസ്ത്രികൾ കണ്ടുപിടിച്ച ശാസ്ത്രമാണ് ഈ ശാസ്ത്രീയ സംഗീതം. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണല്ലോ ഈ ശങ്കര ആഭരണം എന്ന മലയാള സിനിമ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പുരാണ ചിത്രങ്ങൾ കാണണം മിസ്റ്റർ. നിങ്ങൾ ഈ ഗായകനാണ്, മ്യൂസിക് ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ് ഈ ഫയലും തൂക്കി പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഫിഗറൊന്നും കൊടുത്തിരിക്കൂ. ഒരു ചാൻസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയിക്കോളൂ. മനസ്സിലായില്ലേ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ, യേശുദാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമാണ്. ഒരഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം അങ്ങോട്ട് പറയാ. ഹലോ ഹലോ, അപ്പൊ ഞാന് അവിടെ വെയിറ്റ് താഴെ നിൽക്കും, ഞാനിപ്പോ വരാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കും. എന്റെ പ്രൊഡ്യൂസർ താഴെ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാം. സാറേ, എന്റെ കാര്യം അത് ഞാനൊന്ന് രക്ഷപ്പെട്ടെ, എന്നിട്ടല്ലേ നിങ്ങളെ കാര്യം. രക്ഷപ്പെടും. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സിനിമാ നടി ഡാലിയ. ഡാലിയ? സിനിമ നടിയോ? അതെ, ഞാനിപ്പോൾ ഫീൽഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈയിടെ റിലീസായ കുളിക്കുന്ന സുന്ദരി കണ്ടോ? അതിലാരായിട്ട്? ഇന്റർവെല്ലിന് ശേഷം നായികയും കൂട്ടുകാരികളും ആറ്റിലിറങ്ങി കുളിക്കുന്ന ഒരു സീനുണ്ടല്ലോ. നായികയുടെ പിറകിൽ അഞ്ചാമതായി കുളിക്കുന്നത് ഞാനാ. ഓ, ഇത് നിങ്ങളുടെ ഭാര്യയാണോ? ഭാര്യയല്ല, പക്ഷേ ഒരു പക്ഷേയില്ല. നടക്കണം. കോൺസ്റ്റബിൾ, ദേവപ്രസാദിനെ കൊണ്ടുവരൂ. ഇവിടെ ഒപ്പിടും. ഇവിടെ. നിങ്ങളിവിടെ ഒപ്പിടും. ഇനി മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്. ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? സാർ, ഞാൻ വെക്കോ. എടാ, ഫിലിം ഡയറക്ടർ, നിന്റെ പണി ഇതാണോടാ? അയ്യോ, എന്റെ പൊന്നു സാറേ, എന്നെ തല്ലരുത്. സാറിന്റെ വീട് ഇതാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു പോയത് സാറ്. ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, എന്റെ പൊന്നു സാറേ, എന്റെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാമ്പാകരുടെ കീഴിൽ സംഗീത അഭ്യസിച്ചവനാ. 9 കൊല്ലം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരോ അവസരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിൽ എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. അങ്ങനെ ആവട്ടെ. നാളെ രാത്രി വരാം. വേണ്ട, പകൽ വന്നാൽ മതി. സാർ വേള, ഇത് ഭദ്രമായിട്ട് പൂട്ടി വെക്കണം. ഇത് മാറി മോഷ്ടിച്ചുകൊണ്ടു പറ്റും സാർ. ചിറ്റപ്പന്റെ ട്യൂഷനൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ അങ്ങ് നിർത്തി. ഇപ്പൊ മുക്കിനല്ലേ പാരലൽ കോളേജും ടൂട്ടോൾ കോളേജും ചപ്പും ചവറും ഒക്കെ. ഇപ്പൊ പോസ്റ്റൽ ട്യൂഷനാ. ഹോസ്റ്റൽ ട്യൂഷനോ? അതെ,
6 മാസം കൊണ്ട് ഏത് വിഷയവും തപാലിൽ പഠിപ്പിക്കാം. ഇപ്പൊ തന്നെ യോഗാഭ്യാസം, മാജിക്, ഡാൻസ്, കഥകളി ഇതെല്ലാം ഞാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കൊള്ളാം. യോഗാഭ്യാസവും കഥകളിയും ഒക്കെ തപാൽ വഴി പഠിപ്പിക്കുകയോ? ഞാൻ ഈ ട്യൂട്ടോറിയൽ ട്യൂഷൻ നിർത്തിയിട്ട് ഇത് തുടങ്ങാൻ കാരണം, ഒന്നാമത് ഈ തല്ലിപ്പൊളി പിള്ളേരുടെ മുമ്പിൽ പോയി ഒന്ന് തൊണ്ട കയറണ്ട, രണ്ടാമത് അവരുടെ തന്തയ്ക്ക് വിളി കേൾക്കണ്ട. ആഴ്ചയിൽ ഒരിക്കൽ പാഠഭാഗങ്ങൾ എഴുതി പോസ്റ്റിൽ അയച്ചാൽ മതി. പരമസുഖം. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. ഏതായാലും ശങ്കുച്ചിറ്റമ്മന്റെ പരിപാടി കൊള്ളാം. ഇപ്പോ ഞാൻ മറ്റൊരു കോഴ്സിനും കൂടെ പ്ലാൻ ഇട്ടിരിക്കുക. അതെന്താ? നീന്തൽ. ചിറ്റപ്പൻ കുറെ കാശുണ്ടാക്കുന്ന ലക്ഷണമുണ്ടല്ലോ. എന്റെ രവി, കള്ളനോട്ട് അഴിയേക്കാൾ ലാഭകരമായ ബിസിനസ് ആയെന്നറിയാമോ? ട്യൂട്ടോറിയൽ കോളേജ്. അതിനേക്കാൾ ലാഭകരമാണ് പോസ്റ്റൽ ട്യൂഷൻ. ഏതായാലും നല്ല കണ്ടുപിടുത്തം തന്നെ. ഇത് കണ്ടുപിടുത്തൊന്നുമല്ല. ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ഞാൻ പോസ്റ്റലിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കോപ്പികൾ എടുത്ത് വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ചെയ്യാം. വേറൊരു ഗുമസ്തന്റെ പണി. പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ചെന്നിട്ടൊരു 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. അല്ല, ചായ കുടിച്ചില്ലല്ലോ. ഞാനേ ഒരു ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ചായയും കാപ്പിയും വർജിക്കണമെന്നാണ് വൈദ്യരുടെ ഉപദേശം. ഞാൻ വരട്ടെ. മോളെ, ഞാൻ ഇറങ്ങുന്നു. ഓഹോ, നമസ്കാരം. നമസ്തേ. അല്ല, നമ്മുടെ പഴയ ഫിലിം ഡയറക്ടർ അല്ലേ? ഞാനിപ്പോ അതെല്ലാം നിർത്തി. ഇപ്പം സജീവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. നാം ജനങ്ങൾ സേവിക്കുക, ജനങ്ങൾ നമ്മൾ സേവിക്കുക. കൊള്ളാം. സാറിന്റെ പെങ്ങൾ കൊല്ലപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞു. അതിന്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്ലിപ്പർ പിടിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നീ കഴിഞ്ഞു. ഞാൻ ഇടപെട്ടത് കൊണ്ട് കേന്ദ്രം ഇടപെടേണ്ടി വരില്ല. അപ്പൊ ഞാൻ വരട്ടെ. ശരി. 2 ദിവസം എന്നെ കാണില്ല. ഞാൻ ഡൽഹിയിലായിരിക്കും. കാണാം.